ഹലോ മുത്തു മണി. ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഇൻട്രോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം കുറെ പേർക്ക് ഇഷ്ടമുണ്ട്, കുറെ പേർക്ക് ഇഷ്ടമില്ല. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണല്ലോ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരെയും നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റൂലെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സന്തോഷമായി വെക്കുക എന്നുള്ളത് നമ്മുടെ സാമാന്യ മര്യാദയിൽപ്പെട്ടതാണല്ലോ. അപ്പം എൻ്റെ മുഖത്ത് നല്ല നീരുണ്ട്. നീര് കാണാൻ നിങ്ങൾക്ക് പറ്റും. കാരണം ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു. അതായത് ഇടുപ്പിൻ്റെ ഒരു സൈഡ് ഭയങ്കര വേദന. ഇത് ഇരുന്ന് തയ്ക്കുന്നോണ്ടായിരിക്കാം, പിന്നെ മസിൽ പിടിച്ചതാണ്. അപ്പൊ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, വേദന സഹിക്കാൻ വയ്യാതെ. എന്തോ ഉറക്കമെന്ന് എനിക്കറിയാൻ വയ്യേ, ഭയങ്കര ഉറക്കം. എന്നാൽ രാവിലെ എണീറ്റ് മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തു വിട്ട്, 2 മക്കൾക്ക് സ്കൂളില്ല, പിന്നെ മറ്റ് കുട്ടികൾക്കുള്ളത് കൊടുത്തു വിട്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞപ്പോൾ ഞാൻ ഇത് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ ചേച്ചി, നമ്മളെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ്, നെയ്ബർ തന്നെയാണ്. ആ കുട്ടിയുടെ ഹസ്ബൻഡ് വല്ലാത്ത കുടിയുള്ള ഒരാളാണ്. ആള് നല്ല ജോലിക്കാരനാണ്, ഓട്ടോ ഡ്രൈവറാണ്, നല്ല പണിയെടുക്കും, കുടുംബം നോക്കും, ഒക്കെയാണ്. പക്ഷേ പുള്ളിക്കാരന് ഇതാണ് ഒരു പ്രശ്നം, കുടി. അപ്പൊ അങ്ങനെ ഞങ്ങളെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കണ്ണാന്തുറയിലാണ് ഈ ഡി അഡിക്ഷൻ സെന്റർ ഉള്ളത്. അപ്പം ശംഖുമുഖത്തിന്റെ കുറച്ചപ്പുറം. അങ്ങനെ ഈ പുള്ളിക്കാരനെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി മരുന്ന് കുടിപ്പിച്ചു. മരുന്ന് ഈ പുള്ളിക്കാരൻ കഴിക്കാൻ വൈമനസ്യം കാണിച്ചു. അപ്പൊ ഈ മുട്ടയൊക്കെ പൊരിച്ച് അതിൻ്റെ അകത്തോട്ട് ഈ ഗുളിക പൊടിച്ചിട്ട് ഈ പെണ്ണ് കൊടുക്കും. അങ്ങനെ ഗുളികയൊക്കെ ഈ പുള്ളിക്കാരന് കൊടുത്തിട്ട് പുള്ളിക്കാരൻ അതിൽ നിന്നൊക്കെ വിമുക്തിയായി. ഈ പെണ്ണിന് ജോലിയുണ്ട്. ഒരു ദിവസം ജോലിയും കഴിഞ്ഞ് വന്ന ആ പെണ്ണ് കാണുന്നത് തളർന്ന അവശനായി കിടക്കുന്ന ഈ പുള്ളിക്കാരനെയാണ്. അപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോയി. പക്ഷെ ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റിയില്ല. നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. വലിയ പ്രായവും ഇല്ലായിരുന്നു അന്ന് കേട്ടാ. ഇപ്പൊ ഈ സംഭവം നടന്നിട്ട് എനിക്ക് തോന്നുന്ന ഒരു 20 വർഷത്തിന് മേലെ ആവും. എന്തായാലും പുള്ളിക്കാരൻ മരണപ്പെട്ടു പോയി. സംഭവം പിന്നീട് നമ്മളെ നാട്ടില് അറിഞ്ഞത് ഇങ്ങനെയാണ്. പുള്ളിയെ ഈ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി മരുന്ന് കൊടുത്ത് ഇത് മാറ്റി, ഈ അഡിക്ഷൻ അയാളിൽ നിന്ന് മാറ്റി. പക്ഷെ പുള്ളിക്കാരൻ വീണ്ടും കുടിക്കാൻ ആരംഭിച്ചു. അപ്പൊ ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഇത് കുടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് പുള്ളിക്കാരനെ അറിയാതെ ചെയ്തതോ അറിഞ്ഞുകൊണ്ട് ചെയ്തതോ സംതിങ്, അങ്ങനെയാണ് ആ പുള്ളിക്കാരന്റെ ഡെത്ത് എന്നാണ് പറയുന്നത്. ഇതിൽ എത്രത്തോളം സത്യം ഉണ്ട് എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ നമ്മളൊക്കെ അറിഞ്ഞിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. അപ്പൊ ഇപ്പോ ചില കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓടിക്കളിക്കുന്നത് കൊണ്ടും ചില കാര്യങ്ങൾ പറയാതെ പോകാൻ വയ്യ എന്ന് പറയുന്നത് പോലെ, നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. നമ്മൾ നേരെ വരുന്ന ഒരു ആക്രമണത്തെ ചെറുക്കാനാണെങ്കിൽ പോലും നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾക്ക് നമ്മൾ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം അതിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഞാൻ. അതായത് എന്നെയും എൻ്റെ സഹോദരങ്ങളെയും ഒരു കാര്യവുമില്ലാതെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കൊണ്ടുപോയി ഞങ്ങളെ മിസ്യൂസ് ചെയ്യുന്നു എന്ന് കണ്ട സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടിയ, എൻ്റെ പിന്നാലെ ഓടി ഇറങ്ങിയ എൻ്റെ സഹോദരങ്ങളും വലിയ നാണക്കേടിനും മാനക്കേടിനുമൊക്കെ ഇടയായി. അപ്പം ഈ അക്രമം ചെറുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇതിലെ യഥാർത്ഥ സത്യാവസ്ഥ ഇതല്ല, സത്യാവസ്ഥ ഇന്നതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറെ അധികം ലൈവുകളും വീഡിയോസും ഒക്കെ അത് പിന്നീട് എനിക്ക് തന്നെ വിനയാകുന്ന തരത്തില് മാറ്റി വളച്ചൊടിച്ചു എന്നുള്ളതായിരിക്കും ശരി. പക്ഷെ അതൊക്കെ എനിക്ക് തെളിയിക്കാനൊക്കെ എനിക്ക് സാധിക്കും. കാരണം ഞാൻ എപ്പോഴും എൻ്റെ ബന്ധങ്ങൾക്ക് വലിയ വില നൽകുന്ന ഒരാളാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ സത്യം ജയിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വിഷയം ഞാനിങ്ങനെ പബ്ലിക്കിൽ വന്ന് നിന്ന് പറയുന്ന ഒരു സമയത്തല്ല, ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഹൈഡ് ചെയ്തിട്ടേ നമുക്ക് പബ്ലിക്കിൽ സംസാരിക്കാനായിട്ട് പറ്റൂ എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു കാര്യം ഒരാളുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ പറയാതെ പോവണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ ഇനി വരുന്ന കോൺസിക്വൻസസ് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജാക്കി ചാൻ ഒരു അഡിക്ഷൻ ഉണ്ട്. ആ അഡിക്ഷൻ എന്ന് പറയുന്നത് കള്ളുകുടിയ എന്നുള്ളതാണ്. അപ്പൊ ഈ കള്ളുകുടി തന്നെയാണ് ഈ പുള്ളിക്കാരനെ ഇത്തരം ചതിയിലേക്ക് വീഴ്ത്തിയതും. പുള്ളിക്കാരനും വലിയ നല്ല നന്മമരമൊന്നും അല്ല. പുള്ളിക്കാരൻ സ്വന്തം ഭാര്യനെ തന്നെ തേച്ചിട്ട് നടക്കുന്ന ഒരുത്തനാണ്. സ്വന്തം കുഞ്ഞിന് ചെലവിന് കൊടുക്കാതെ മറ്റുള്ളവരെ മക്കളെ നേരെ നടത്താൻ വേണ്ടിയിട്ട് നടന്ന് ജയിലിൽ പോവാതെ രക്ഷപ്പെട്ട് ജീവിക്കുന്ന ഒരുത്തൻ. യഥാർത്ഥത്തിൽ അത് കേസൊക്കെ എടുത്ത് അകത്തിടേണ്ട കേസാണ്. പിന്നെന്ന് പറയുന്നത് അതവിടെ നിൽക്കട്ടെ, അതൊന്നും അല്ല ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ പുള്ളിക്കാരന്റെ ജീവന് നല്ല ആപത്താണ് എന്ന് പറയുന്ന തരത്തിലുള്ള ചില കമന്റുകളും കുറച്ച് ആരോപണങ്ങളും ഒക്കെ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയം എനിക്ക് പറയാതെ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് നിർവാഹമില്ല. അൺഫോർച്ചുനേറ്റ്ലി കരള് വീർത്ത് അല്ലെങ്കിൽ കിഡ്നി തകർന്ന് ഈ പുള്ളിക്കാരൻ മരണപ്പെട്ടേക്കാം. ഈ വീഡിയോ എൻ്റെ അടുത്ത് ചെയ്യരുത് എന്ന് എന്നെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാരും പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവരാരും തന്നെ ശത്രുക്കളും അല്ല മിത്രങ്ങളും അല്ല. പക്ഷെ ഒരു ജീവൻ ഇല്ലാതാവുക എന്ന് പറയുന്നത് ശത്രുവിന്റെ ആയാലും മിത്രത്തിന്റെ ആയാലും നമുക്കതൊരു വലിയ വേദനയായിരിക്കും. ഇതില് ഈ പുള്ളിക്കാരൻ ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളതല്ല, പുള്ളിക്കാരന്റെ ഡെത്തും പറഞ്ഞും കൊണ്ട് ഭയങ്കര നന്മമരം കളിച്ചും കൊണ്ട് അവള് വീണ്ടും വരും. അതായത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഇവരുടെ മൂന്നാമത്തെ ഭർത്താവ് സൂയിസൈഡ് ചെയ്ത ഒരു വ്യക്തിയാണ്. ഈ പുള്ളിക്കാരൻ ഇവരെ വിവാഹമോചനം നടത്തിയതിന് ശേഷം മറ്റൊരു പുള്ളിക്കാരിയുമായി ജീവിക്കുന്ന സമയത്താണ് ഈ പുള്ളിക്കാരൻ ഈ പരിപാടി ചെയ്തത്. അതായത് ഇവര് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമാണ് ആ പുള്ളിക്കാരൻ അത് ചെയ്യുന്നത്. ഇവരുടെ ആദ്യത്തെ വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു സംഭവം കാണാനായിട്ട് സാധിക്കും. അതായത് ഈ മൂന്നാമത്തെ പുള്ളിക്കാരനെ വെല്ലുവിളിക്കുന്ന ആക്ഷേപിക്കുന്ന കുറെ അധികം വീഡിയോസ് അതിന്റെ താഴെ ഇവരുടെ വീഡിയോസിന്റെ ആദ്യത്തെ ഭാഗങ്ങളിലുണ്ട്. നീ എന്നെ കളഞ്ഞിട്ട് പോയാലും നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് എനിക്കിതാ ഒരു വീടെടുത്ത് തരുന്നുണ്ടടാ എന്നൊക്കെ പറഞ്ഞും കൊണ്ടുള്ള കുറെ വീഡിയോസ് ഇവരുടെ വീഡിയോകളിൽ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഇരിക്കെയാണ് ഈ പുള്ളിക്കാരൻ മരണപ്പെടുന്നത് വരെ ഈ പുള്ളിക്കാരൻ ഇവർക്ക് ചെലവിന് കൊടുക്കുമായിരുന്നു എന്നാണ് ഇവരും പറയുന്നത്, ആ പുള്ളിക്കാരനെ അറിയാവുന്ന ആളുകളും പറയുന്നത്. അതുപോലെ തന്നെ ഈ പുള്ളിക്കാരൻ മരണപ്പെടുന്നതിന് മുമ്പ് ബന്ധപ്പെട്ടിട്ടുള്ള ചില വ്യക്തികൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ പബ്ലിക്കിൽ കൊണ്ടുവന്ന സമയത്ത് ആ ആളുകൾക്ക് ഭയങ്കര കുടുംബപരമായ വിഷയങ്ങൾ നടക്കുന്ന തരത്തിൽ ഇവർ അറ്റാക്കും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ലൈവുകൾ കാണുന്ന ഏതൊരു വ്യക്തികൾക്കും അറിയാമായിരിക്കും ആ സംഭവ വികാസങ്ങളൊക്കെ തന്നെ. അപ്പൊ ആ ഒരു വിഷയം ഇപ്പോഴും എൻ്റെ വീഡിയോയുടെ താഴെ ഈ ഷംസുദ്ദീൻ എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ സുഹൃത്ത് സംസാരിക്കുന്ന വീഡിയോയും ലൈവും ഒക്കെ എൻ്റെ വീഡിയോകളിൽ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊന്നും അതൊക്കെ ചിലപ്പോ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. അതായത് എനിക്കൊരു പ്രൈവസി കംപ്ലൈന്റ് വരുന്ന സമയത്ത് ഞാൻ അതൊക്കെ ഡിലീറ്റ് ആക്കിയോ എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അത് റീലോഡ് ചെയ്യാം. ഈ റീലോഡ് ചെയ്യുന്നത് കൊണ്ട് വലിയ ബെനിഫിറ്റ് ഉണ്ടാവുമോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ ഹസ്ബൻഡ് അല്ലാത്ത ഒരു വ്യക്തിനെ അയാളുടെ മരണം കാണിച്ചുകൊണ്ട് അയാളുടെ ഒരാള് ജീവൻ വെടിയുക എന്ന് പറയുന്നത് അയാൾക്ക് ജീവിച്ച് മതിയായത് കൊണ്ട് മാത്രമായിരിക്കില്ല, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അയാളെ തേടി നടക്കുന്നത് കൊണ്ടും ആവാം. അപ്പൊ എന്താണ് കാരണം എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്കറിയാൻ പാടില്ല. പുള്ളിക്കാരൻ ഇന്ന് ഈ ലോകത്തില്ല, ഇവരുടെ മൂന്നാമത്തെ ഭർത്താവ്. അതുപോലെ തന്നെ ഇവരൊരു ഇമ്പാക്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതായത് ഈ നാലാമത്തെ പുള്ളിക്കാരനുമായിട്ട് ബന്ധം ഉപേക്ഷിക്കാൻ ഇവർ ഒരുപാട് തരത്തിൽ ശ്രമിച്ചിട്ടും നടക്കാതെ പോയ ഒരു കാര്യമാണ്. ഇപ്പൊ സ്ഥിരമായി ഇവർ വീഡിയോകളിൽ വന്നിരുന്ന് പറയുന്നത് എന്നെയും ജാക്കി ചാനെയും തമ്മിൽ പിരിക്കാൻ ഒരുപാട് പേര് കളിക്കുന്നു എന്നുള്ള ഒരു തരത്തിലാണ്. സത്യത്തില്
ഈ ജാക്കി ചാനെ ഇവരെയും തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഒന്നും ചെയ്യുന്നില്ല. സത്യത്തിൽ ഈ ഇവരുടെ മകളുടെ ഒരു വിഷയം വന്ന സമയത്തും ചൈൽഡ് ലൈനിൽ ഈ ഉമ്മയുടെ, അതായത് ഈ പുള്ളിക്കാരത്തിയുടെ ഉമ്മയുടെ വാക്മൊഴിയുണ്ട്. അതായത് അത് കേസായിട്ട് എടുക്കണ്ട, അത് കേസ് എടുക്കരുത്, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, കുട്ടിയെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള ഒരു വാക്മൊഴിയുണ്ട്. അപ്പോ അതായത് ഇവരെ തമ്മിൽ പിരിക്കാൻ ആർക്കും താല്പര്യമില്ല. അവര് ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ, അത് വലിയ വിഷയങ്ങൾ ഒന്നും നമുക്കില്ല എന്നുള്ള ഒരു രീതിയാണ്. അതായത് ഇനി മുമ്പോട്ട് പല ജീവിതങ്ങളും നശിച്ചു പോകാതിരിക്കാൻ ഇവർ ഇങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ് അവസാനപ്പോം വഴി. പക്ഷെ ഇതില് ഉറച്ചു നിൽക്കാൻ ആ സ്ത്രീയെ കൊണ്ട് സാധിക്കില്ല. കാരണം ഈ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരാരുമില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയാണ്. അപ്പൊ ഇവര് ചക്കരക്കുടത്തിൽ കൈയിട്ട ഒരു സ്ത്രീയാണ്. അതായത് ഒരാൺതുണ ഇല്ലാതെ ഞാൻ യത്തീം മക്കളെ പോറ്റുന്ന ഒരു ഉമ്മയാണ് എന്ന് പറഞ്ഞ് സഹതാപ തരംഗം ഉണ്ടാക്കി ആ തരംഗത്തിലൂടെ ലക്ഷങ്ങൾ കൈപ്പറ്റിയ ഒരു പുള്ളിക്കാരത്തി. അപ്പോ ഇപ്പൊ അവർക്കതിന് സാധിക്കാതെ പോകുന്നതിന് ഒരു റീസൺ എന്ന് പറയുന്നത് ഇവരുടെ കൂടെ താമസിക്കുന്ന ഒരു പുള്ളിക്കാരനാണ്. ആ പുള്ളിക്കാരനുമായിട്ട് അവർ നിയമപരമായും വിവാഹം കഴിച്ചിട്ടില്ല, മതപരമായും വിവാഹം കഴിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരന്റെ അപകട മരണങ്ങള് ചിലപ്പോൾ ഇവരെ യാതൊരു തരത്തിലും ബാധിക്കാൻ സാധ്യതയില്ല. നിലവിൽ അയാൾക്കൊരു ഭാര്യ ഉണ്ടും താൻ. നിലവിൽ അയാൾക്കൊരു ഭാര്യ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നങ്ങള് ഇവരെ ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നാച്ചുറൽ ആയിട്ടൊരു ഡെത്ത് നടന്നേക്കാം. അതായത് ആ പുള്ളിക്കാരന് ഇവര് ഈ കുടി നിർത്താനുള്ള ഒരു മരുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് ഇവർ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ പുള്ളിക്കാരന് വേറെ ജോലിയൊന്നും ഇല്ല, വരുമാന മാർഗങ്ങളും ഇയാൾക്കില്ല. ഇയാള് പിന്നെ മദ്യപിക്കുക എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരത്തിയുടെ അറിവോടുകൂടി തന്നെ ആയിരിക്കും. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ഒരു 100 രൂപ മാറിയാൽ ഞാൻ അത് ചോദിക്കും എൻ്റെ ഭർത്താവിനോട്, എൻ്റെ മക്കളോട്, ഇത് ആരെടുത്ത് എന്തിനെടുത്ത് എന്നുള്ളത് ചോദിക്കും. അപ്പൊ അതുപോലെ തന്നെ അവരുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുത്തിട്ടാണ് പുള്ളിക്കാരൻ കുടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നുള്ള മരുന്ന് കഴിച്ചതിന് ശേഷം മദ്യപിക്കുക എന്ന് പറയുന്നത് മരണത്തിലേക്ക് എത്തുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നിയമപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് സത്യത്തിൽ. ഇത് സോഷ്യൽ മീഡിയയിലാണ് ഈ സംഭവങ്ങൾ ഇങ്ങനെ പറന്നു നടക്കുന്നത് എങ്കിലും ഒരുപാട് പേര് നിയമത്തിന്റെ നൂലാമാല പേടിച്ചിട്ടോ അല്ലെങ്കിൽ സംതിങ് എന്തൊക്കെയോ വിഷയങ്ങള് ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിഷയം നടന്നാൽ ഇത് മുമ്പും ഞങ്ങൾ പറഞ്ഞതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളത് അവരുടെ സ്വന്തം മകളെ അവർ തള്ളിപ്പറഞ്ഞതിലൂടെ തെളിയിച്ച ഒരു സ്ത്രീയാണ്. ഇത് മാത്രമല്ല, ബന്ധങ്ങൾക്ക് പോലും പണത്തിന്റെ മുകളിൽ സ്ഥാനമില്ല എന്ന് അവർ തന്നെ തെളിയിക്കുന്ന ഒരുപാട് വീഡിയോസ് അവർ അവരുടെ പെറ്റുമ്മയെയും അവരുടെ വാപ്പയെയും അവരുടെ സഹോദരങ്ങളെയും ഒക്കെ കുറിച്ച് പബ്ലിക് മീഡിയ യൂസ് ചെയ്തുകൊണ്ട് അവരെ താറടിച്ച് കാണിക്കുന്ന വീഡിയോസും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കെയർ എല്ലാവരും ഒന്ന് എടുക്കുക എന്നുള്ളതാണ്. മക്കളെ ഇനി മക്കൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കുറവായിരിക്കാനാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് ഇത് ചൈൽഡ് ലൈനിലും ബാലാവകാശ കമ്മീഷനിലും ഒക്കെ പരാതി പോയ കേസ് ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ ജീവന് വലിയ ആപത്തുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കുറവാണ്. ആ പുള്ളിക്കാരനായിരുന്നാലും എവരായിരുന്നാലും കുട്ടികളെ ഉപദ്രവിക്കുക എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ താറുമാറായിട്ട് അടിക്കുന്നുണ്ട്, അവിടെ ബഹളങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ കുട്ടികൾ ഇവളുടെ വാപ്പയെ വിളിച്ച് കരയുന്നത് അയൽവാസികൾ തന്നെ രേഖപ്പെടുത്തുന്നുമുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഈ പ്രസവത്തിന് ഇവർക്ക് ആള് വേണം, അതുകൊണ്ട് മാത്രം ഇവര് ഈ പുള്ളിക്കാരനെ കൂടെ നിർത്തുന്നതായിരിക്കാനാണ് സാധ്യത. എന്തായാലും ജീവൻ ഒരാപത്തും പറ്റാതെ കാര്യങ്ങൾ നടന്നു പോകണേ എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് ഞാനും. പക്ഷെ ഈ ഒരു വിഷയം പല രീതിയിലും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് പബ്ലിക്കിൽ പറയാതെ പോകാനായിട്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ്. കെയർ ചെയ്യുക, ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക പൊന്നിച്ചങ്ങായി. ഇതിപ്പോ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ രായമാര് എന്റെ കുടുംബത്തിലെ കാര്യം നോക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ നിയമപരമായി വിവാഹം ചെയ്തിട്ടില്ല,
അത് മാത്രമല്ല അവള് ഈ പറയുന്ന അല്ലുടായിപ്പുമ്മ എല്ലാത്തിനും തെളിവുകൾ സൂക്ഷിക്കുന്ന ഒരു ബഹുമിടുക്കിയായ ക്രിമിനൽ എന്ന് വേണമെങ്കിൽ പറയാം. മിടുക്കിയായ ക്രിമിനൽ. ഇവരുമായിട്ട് ചങ്ങാത്തത്തിലായിരുന്നവർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ഇവർ ബഹുമിടുക്കിയായ ഒരു കഴിവ് തികഞ്ഞ ഒരു സ്ത്രീയാണ്. അതായത് മറ്റൊരു വ്യക്തിയെ വിശ്വസിപ്പിക്കാൻ ഇവർക്കൊരു വല്ലാത്ത കഴിവാണ്. അതായത് കരഞ്ഞും നിലവിളിച്ചും. ഇപ്പൊ തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇവര് സ്ഥിരമായി വന്ന് ഞാൻ വിധവയാണ്, എൻ്റെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തതാണ്, എൻ്റെ മക്കള് യത്തീമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന അടുത്ത് നിന്നാണ് ഈ കുട്ടികൾ മൂന്ന് ഉപ്പമാരുടേതാണ് എന്നുള്ളത് പുറത്തു വന്നത്. അപ്പൊ അതുവരെയും ആളുകൾ വിശ്വസിച്ചു കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഈ കുട്ടികളുടെ വാപ്പമാര് ചെലവിന് കൊടുക്കുന്നില്ല എന്നാണ് ഈ പുള്ളിക്കാരത്തി പറയുന്നത്. എന്നാൽ ഈ പുള്ളിക്കാരത്തി തന്നെ ചില വീഡിയോകളിൽ സമ്മതിക്കുന്നുമുണ്ട് ഈ മക്കളുടെ വാപ്പമാരുമായിട്ട് ഇവർക്ക് ഇപ്പോഴും പേഴ്സണൽ ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഈ ആദ്യത്തെ മകളുടെ വാപ്പ ഒന്നും ചെലവിന് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോ ആ കുട്ടിയെ പൊന്നുപോലെ നോക്കുന്നത് ആ വാപ്പയാണ് എന്നുള്ള ഒരു കിംവദന്തിയും കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിലൊക്കെ ഒരുപാട്, അതായത് ജനങ്ങളെ നല്ല രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്യാൻ ഇവർക്ക് കഴിവുണ്ട്. അതുപോലെ തന്നെ ഇവര് തന്നെ അങ്ങോട്ട് ചോദിച്ച് പല ആളുകളിൽ നിന്നും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായിട്ട് പല ആളുകളും രംഗത്ത് വന്ന് പറയുന്നുണ്ട്. അതിന്റെ പേരിൽ ഒരുപാട് മാനസിക പ്രയാസങ്ങൾ നേരിടുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇവര് പബ്ലിക്കിൽ വരാൻ തന്നെ ഇവർക്ക് ഭയങ്കര മടിയാണ്. കാരണം പെറ്റുമാനെ പോലും പറഞ്ഞ് ഇത്തരത്തിൽ നാണം കെടുത്താൻ കഴിവുള്ളവർക്ക് നമ്മളെയും നാണം കെടുത്താൻ വലിയ പാടൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുമുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു വിഷയങ്ങൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ മൂന്നാമത്തെ പുള്ളിക്കാരന്റെ മരണം കാണിച്ച് ഇവര് വീഡിയോകൾ ചെയ്യുമ്പോഴും വീടില്ല നാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന സമയത്തും ഈ പുള്ളിക്കാരത്തിക്ക് ഈ നാലാമത്തെ പുള്ളിക്കാരനുമായിട്ട് ബന്ധവും ഉണ്ട്. ആ ബന്ധത്തിലിരിക്കെയാണ് ഇവര് വീണ്ടും വന്നിട്ട് മറ്റുള്ളവരോട് എനിക്ക് ആരും ഇല്ല, ഞാൻ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ തുഴഞ്ഞു നീങ്ങി രണ്ട് ചിറകുകളും നഷ്ടപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോസുമായിട്ട് ഇവര് പബ്ലിക്കിൽ വന്നിട്ടുള്ളതും. അതുകൊണ്ട് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. നിങ്ങൾ ദാനം ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ കൊടുക്കുന്ന ദാനം കൊണ്ട്, ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ കൊടുക്കുന്ന ദാനം കൊണ്ട് ഒരു ജീവൻ ആപത്തുണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലെ ആരോഗ്യമുള്ള സ്ത്രീകൾ, ആരോഗ്യമുള്ള ആളുകൾ പണിയെടുത്ത് ജീവിക്കട്ടെന്ന്. ഒരു വീട്ടില്, ഒരു ഫ്ലാറ്റില്, ഒരു വീട്ടില് പുല്ല് പറിച്ചിട്ടാലും 300 രൂപ കിട്ടുവോടെ. ഒരമ്മയ്ക്കും 2 മക്കൾക്കും ഭക്ഷണം കഴിക്കാനായിട്ട് അത് മതി, ധാരാളമാണ്. ഒരു ദിവസം 500 രൂപ കൂലി കിട്ടിയാലും മതി. എൻ്റെ വീട്ടിന്റെ തൊട്ടടുത്ത് ഒരു മോൻ ഒരു കടയിൽ നിൽക്കുന്നുണ്ട്. എൻ്റെ മോന്റെ പ്രായമേ ഉള്ളൂ. അപ്പൊ ആ മോന്റെ അടുത്ത് ഞാനിങ്ങനെ ചോദിച്ചു, എൻ്റെ മക്കളുടെ പ്രായമുള്ള, ഞാൻ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ ആ കടയിലും അവിടെയും എൻ്റെ മക്കളുടെയൊക്കെ പ്രായമുള്ള പിള്ളേരൊക്കെ കാണും. 18 വയസ്സൊക്കെ ആയി കാണും കേട്ടോ. 18 വയസ്സാവാതെ അങ്ങനെ ജോലിക്ക് നിർത്താനായിട്ട് പറ്റൂലല്ലോ. അപ്പൊ ഈ ചെറിയ പിള്ളേരെ കാണുമ്പോൾ ഞാനിങ്ങനെ ചോദിക്കും, മക്കളെ നിങ്ങൾ എന്ത് പഠിക്കാത്തത്, നിങ്ങൾക്ക് പഠിക്കാൻ പൊക്കൂടെ എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ വീട്ടിലെ പ്രാരാബ്ധം കൊണ്ടും ഒരു വരുമാനമെങ്കിലും കിട്ടിയാൽ അത്രയും നല്ലതല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ടും ആ മക്കള് ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ആ കുട്ടിക്ക് കിട്ടുന്ന ശമ്പളം, ആൺകുട്ടിയാണ്, ആ മോന് ആ കടയിൽ നിന്ന് ഒരു ദിവസം 500 രൂപയാണ് കിട്ടുന്നത്. രാവിലെ ഒരു 8 മണിക്ക് വന്ന് കട തുറന്നു കഴിഞ്ഞാൽ 2 മണിക്ക് അവൻ അടച്ചിട്ട് പോകാം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഒരു 4:30 ആകുമ്പോൾ വീണ്ടും വന്ന് അവൻ തുറക്കുന്നത് രാത്രി 10 മണിക്ക് അവൻ കട അടയ്ക്കും. അപ്പൊ അവന് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പൊ ആ 500 രൂപയ്ക്ക് പോലും ആ മക്കൾ പോലും പണിയെടുക്കുന്നു. അതേ കണക്ക് കയ്യും കാലും ഇല്ലാത്ത ആളുകൾ പോലും ലോട്ടറി കച്ചവടം നടത്തി അവരും അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ജോലി ചെയ്യാൻ മടി കാണിക്കുന്ന ആളുകൾക്ക് 100 പ്രാരാബ്ദങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ടാകും. നിങ്ങൾ ദയവ് ചെയ്ത് ആരോഗ്യമുള്ള ആളുകൾക്ക് ഇങ്ങനെ തെണ്ടി തിന്നാനുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കാതിരിക്കുക. അത്തരത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ദാനങ്ങൾ ഒരുപാട് ജീവനുകളെ അല്ലെങ്കിൽ ഒരുപാട് ജീവിതങ്ങളെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ദയവ് ചെയ്ത് നിങ്ങളത് മനസ്സിലാക്കുക. എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവാത്തതാണ് ഒരു പ്രശ്നം. പിന്നെ യൂട്യൂബ് മീഡിയ എന്ന് പറയുന്ന ഒരു മീഡിയ കൈകാര്യം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു സർക്കാർ ജോലിക്കാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ
വരുമാനം ഈ ഒരു മീഡിയ വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നല്ല നല്ല വീഡിയോസ്, അവർക്ക് പറ്റുന്ന കഴിവുള്ള വീഡിയോസ് ചെയ്താൽ തന്നെ മതി, അതിൽ നിന്ന് നല്ല വരുമാനമുണ്ട്. അപ്പൊ അത്രയും നല്ലൊരു വരുമാനമുള്ള ആളുകൾക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ കൊടുക്കുന്ന ദാനത്തിലൂടെ അവർ കുത്തഴിഞ്ഞ ഒരു ജീവിതം നയിക്കുകയാണ് എന്നുള്ളത് പോലും മനസ്സിലാക്കാതെ വീണ്ടും ജീവിതങ്ങളും ജീവനുകളും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് നിങ്ങളുടെ പണം ഇട്ട് കൊടുക്കാതിരിക്കുക. അത്രേ ഉള്ളൂ.